വീഡിയോ അല്ലേ? വീഡിയോ ഉണ്ട്. എന്റെ മോളോടൊന്നും കുറച്ച് നമസ്തേ. ചായ കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ടാ ചേർന്ന് ഓം നമഃ ശിവായ. നമ്മളെല്ലാവരും കാത്തിരുന്ന അമ്പളി സോമൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മീയ പ്രഭാഷണം സമയം വൈകിയാണെങ്കിലും നമ്മൾ എത്ര പെട്ടെന്ന് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ഉള്ള ഇരിപ്പിടങ്ങളിലെല്ലാം ഒതുങ്ങി വീണ്ടും വന്ന് താങ്കളുടെ അപേക്ഷിക്കുന്നു.
ഓം നമഃ ശിവായ. ഓ തീർച്ചയായും എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ഈ പാരായണത്തിന് എത്തിയിട്ടുള്ള അമ്പിളി സോവന സ്റ്റേജിലേക്ക് അതിരൂപം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ അതെയോ? ഒരു ഈ മിനിറ്റ്. ഒപ്പം വന്നിരിക്കുന്ന നമ്മുടെ അയ്യപ്പ സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറി കണ്ണൻ പന്താവൂരിനെയും ഈ വേദിയിലേക്ക് അതിരൂപം ക്ഷണിക്കുന്നു. അതുപോലെ നമ്മുടെ എക്സിക്യൂട്ടീവ് ഓഫീസറെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഓം നമഃ ശിവായ. നമ്മുടെ കാലങ്ങളായി നടന്നു വരുന്ന ഇടവം 15-ന്റെ വേട്ടേക്കരൻ പാട്ടും പന്തീരായിരത്തോടു കൂടിയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നാളികേരങ്ങളൊക്കെ തുണ്ടുപൊളിച്ച് പന്തീരായിരം നമ്മൾ എറിയാനുള്ള സംവിധാനത്തിലേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കഴിഞ്ഞ കാട്ടുപുറം ശ്രീ സുബ്രഹ്മണ്യ ശാസ്ത്ര ക്ഷേത്രത്തിൽ അവിടുത്തെ കലശത്തോടനുബന്ധിച്ച് ഈ അമ്പിളി സോമൻ അവിടെ സ്കന്ധ പാരായണം നടത്തിയിരുന്നു. അന്ന് ഇവിടുത്തെ ആളുകളെ കേട്ട് നല്ല പരിചയപ്പെടുകയും അവർ ഇവിടുത്തെ ആളുകളായിട്ട് നല്ലൊരു കോണ്ടാക്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ വേട്ടകര ക്ഷേത്രത്തിൽ അവരൊരു പാരായണം നടത്താമെന്ന് നമ്മളോട് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കുറേ ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് അവരെ പറ്റി അറിയാം. അവര് ഈ മഞ്ചരീസ് ഗുരുവായൂരിന്റെ ചെയർപേഴ്സൺ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നതിനും അതുപോലെ തന്നെ ഇത് ശ്രമിക്കാനെത്തിയിട്ടുള്ള മുഴുവൻ അമ്മമാർക്കും സഹോദരിമാർക്കും ഈ നാട്ടിലെ ഭക്തർക്ക് എല്ലാവർക്കും ഞാൻ ഈ ക്ഷേത്രത്തിന്റെ പേരിലും ഞങ്ങളുടെ സ്വന്തം പേരിലൊക്കെ ഈ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇതിന്റെ ചെയർപേഴ്സന്റെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഈ മലപ്പുറം അയ്യപ്പ സേവാ സംഘത്തിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കണ്ണൻ പന്താവൂരിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇവിടെ എത്തിയിരിക്കുന്ന അമ്പിളി സോമനും സ്വാഗതം പറയുന്നു. അതുപോലെ നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ
രഞ്ജിത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെയും സ്വാഗതം പറയുന്നു. അതുപോലെ ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി ജയരാജേട്ടൻ ഇവിടെ ഉണ്ട്. ചെറിയൊരു സ്റ്റേജ് ആയതുകൊണ്ടാണ് എല്ലാവരെയും ഇതിലേക്ക് വിളിച്ചിരുത്താൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈ മാധവേട്ടൻ കറുത്തെടുത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും അതുപോലെ തന്നെ നമ്മളെ സഹായിക്കാനും സഹകരിക്കാനൊക്കെ വന്ന മുഴുവൻ ആളുകൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇതിന്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ രഞ്ജിത്തിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വേട്ടക്കരം പാട്ട് എല്ലാ വർഷവും നടന്നു വരുന്നുണ്ട്. കോവിഡ് ആയപ്പോൾ നമ്മൾ ആ രീതിയിലായിട്ട് ചുരുക്കി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ നടത്തി വരാറുള്ള പോലെ ചടങ്ങുകളും ഭക്ഷണവും കാര്യങ്ങളായിട്ട് വീണ്ടും ആരംഭിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സമയം നമുക്കൊരു രാവിലെ 9 മണി തൊട്ട് 12 മണി വരെ ഭക്തരെത്തുന്ന ഭക്തർക്ക് കുറച്ച് കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുക എന്നൊരു ആലോചന വന്നപ്പോഴാണ് നമ്മൾ ഈ പ്രഭാഷണത്തിലോട്ട് കടന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീമതി അമ്പിളി, പിന്നെ അവരുടെ കൂടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ശ്രീ കണ്ണൻ, ചന്ദ്രേട്ടൻ സ്വാഗതം പറഞ്ഞു. അപ്പോൾ ഇന്ന് ഇതൊരു അസുലഭ നമുക്കൊരു നിമിഷമാണ്. നിങ്ങൾ ഈ ഒരു അവസരം പരമാവധി ഉപയോഗിക്കുക. ഇന്ന് പ്രഭാഷണം മുഴുവൻ കേൾക്കണം. അത് കഴിയുമ്പോൾ നമുക്കിന്ന് ഉച്ചഭക്ഷണം ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ശ്രീ കണ്ണനെ സ്വാഗതം ചെയ്യും. സ്വാമി ശരണമയ്യപ്പ. പെരിയമ്പലം വേട്ടക്കരം ക്ഷേത്രത്തിലെ ഇങ്ങനൊരു പരിപാടിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചതിൽ ആദ്യമായി ഭഗവാനോട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമുക്കൊരു ക്ഷേത്രഭൂമിയിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ടെങ്കിൽ മാത്രമേ അവിടെ എത്തിച്ചേരൂ. എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്നു, എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നു. പക്ഷെ ഇത്തരം പരിപാടികളിലേക്ക് എത്തിച്ചേരുമ്പോൾ അതൊരു ഭഗവത് കടാക്ഷം എന്ന് തന്നെ പറയാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ അമ്പിളി സോമൻ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തൊട്ടടുത്ത അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ക്ഷേത്രത്തിൽ ആധ്യാത്മിക പ്രഭാഷണത്തിനായിട്ട് ആദ്യമായിട്ട് അവരെ ബന്ധപ്പെടുന്നത് അന്തരിച്ച ചന്ദ്രശേഖരനായിരുന്നു. സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെടുകയും ഇതിൽ വളരെ വലിയൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. പിന്നീട് ആ നമ്പർ തന്നെ ആർക്കും അറിയില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള അപ്പുറത്തുള്ള കമ്മിറ്റിക്കാർ ബന്ധപ്പെടുകയും വീണ്ടും ഇവരെ ബന്ധപ്പെട്ടതിന് ശേഷം അമ്പിളി സോമൻ എന്ന വ്യക്തി ഈ പെരിയമ്പലത്തേക്ക് എത്തിച്ചേരുകയാണ്. അതൊരു വളരെ വലിയൊരു നിമിത്തമായിട്ടാണ് കാണുന്നത്. കാരണം ആദ്യം ചന്ദ്രശേഖരേട്ടൻ വിളിക്കുകയും പിന്നീട് ഇത് ആരാണെന്ന് പോലും പിടുത്തം കിട്ടാതെ അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ മറ്റു ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ബന്ധപ്പെടുകയും ആ ഒരു ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള ശേഷമാണ് ഇവിടുത്തെ ഈ 12,000 വളരെ കേരളത്തിൽ വളരെ അപൂർവ ക്ഷേത്രത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പരിപാടിയാണ് 12,000 തേങ്ങേറുന്നത്. അതിലേക്ക് ആധ്യാത്മിക പ്രഭാഷണത്തിലെത്തിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട അമ്പിളി സോമൻ. അമ്പിളി സോമൻ എന്ന വ്യക്തിയുടെ ഒരു ജീവചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 3 വയസ്സുവരെ സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. തന്റെ പിതാവ് നിരന്തരം ശബരിമല യാത്ര നടത്തുകയും ആ ശബരിമലയിൽ 101 തേങ്ങ ഉടയ്ക്കുകയും ഡോക്ടർമാർ വരെ വിധി എഴുതിയതാണ് 3 വയസ്സുവരെ എന്നല്ല, സംസാരിക്കാൻ കഴിയില്ല എന്നാണ്. പക്ഷേ ശബരിമലയിൽ നിരന്തരമായിട്ട് ഇവരുടെ അച്ഛൻ ശബരിമലയിൽ പോയി 101 തേങ്ങ ഉടയ്ക്കുകയും ഗുരുവായൂരിൽ ഭജനയിരിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ശാസ്ത്രത്തെ പോലും വെല്ലുന്ന രീതിയിൽ ഇവർ സംസാരിക്കാൻ തുടങ്ങിയത്. ആ ആള് ഇന്ന്
ആധ്യാത്മിക പ്രഭാഷണ രംഗത്തേക്ക് എത്തിച്ചേരുന്നത് തന്നെ ഒരു നിമിത്തമായിട്ടാണ്. നിമിത്തമെന്ന് പറഞ്ഞാൽ HDFC ബാങ്കിലും മറ്റു പല ബാങ്കുകളിലും ജോലി ചെയ്തതിനു ശേഷം, വിദേശത്തും പോയി ജോലി ചെയ്തതിനു ശേഷം ഇവർ പിന്നീട് ആധ്യാത്മിക പ്രഭാഷണ രംഗത്തേക്ക് കടന്നു വരികയാണ്. ഇന്ന് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകയായി മാറാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. തമിഴ് സീരിയലിലും മലയാളം സീരിയലിലും അതുപോലെ തന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും ഹോളിവുഡ് സിനിമകൾക്ക് വരെ ഇന്ന് ശബ്ദം നൽകുന്ന ഒരു വ്യക്തിയായി മാറാൻ ഇവർക്ക് സാധിച്ചു എന്നത് ഒരു ദൈവനിമിത്തമായിട്ട് തന്നെ കാണുന്നതാണ്. ഒപ്പം ആധ്യാത്മിക പ്രഭാഷണ രംഗത്ത് ഇവർ നൽകുന്ന സന്ദേശം ചെറിയൊരു സന്ദേശമല്ല. കാരണം പല പ്രഭാഷകരുടെയും രീതിയിലല്ല പ്രഭാഷണം നടത്തി ഇനി അവർ നാളെ മറ്റൊരു പരിപാടിയുമായി പാലക്കാടും പിന്നീട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം തികച്ചും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കച്ചവടവൽക്കരണം എന്ന് പറഞ്ഞത്. പലരും ഈ ഇന്നത്തെ കാലത്ത് പ്രഭാഷണമാവട്ടെ എന്തോട്ടെ ആയതുകൊണ്ട് അമ്പിളി സോമന്റെ ഇന്ന് നിങ്ങൾ കാണുന്ന പല മൂവികളിലും അവരുടെ ശബ്ദമാണ് ഹോളിവുഡ് രംഗത്ത് കാണുന്നത്. ആ ശബ്ദമില്ലാതിരുന്ന ആളുടെ ശബ്ദം ഇന്ന് ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ വരാനിവിടെ ഒരല്പം വൈകിയത് മറ്റൊരു ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ അവരെ ഇന്ന് കാലത്ത് ഗുരുവായൂർ വെച്ച് കാണുകയും അതുകൊണ്ടാണ് ഒരു മണിക്കൂറോളം താമസം ഇവിടെ എത്തിച്ചേർന്നത്. എന്തായാലും നിങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട അമ്പിളി സോമൻ ചെന്നൈയുടെ ആധ്യാത്മിക പ്രഭാഷണം ആരംഭിക്കാൻ പോവുകയാണ്. नमस्ते, हरे कृष्णा, सर्वम कृष्ण अर्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा पवनपुरेशन की जय, ओम श्री मात्रे नमः, हर हर महादेव। എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. സുഖമല്ല, ആരുടെ മുഖത്ത് ഞാനൊരു സന്തോഷം കാണുന്നില്ലല്ലോ. വളരെ കുറച്ച് പേരുടെ മുഖത്തെ സന്തോഷം കാണുന്നുള്ളൂ. സന്തോഷമാണോ? ഓക്കെ. ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ്? എന്ത് ബുക്ക്? ദേവി മഹാത്മ്യം. ദേവി മഹാത്മ്യത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവി മഹാത്മ്യം എവിടെയുണ്ടോ അവിടെ സാക്ഷാൽ ഭഗവതിയുണ്ട്. ത്രിപുര സുന്ദരിയാണ് ഭഗവതി, അല്ലെ? ദേവി മഹാത്മ്യം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. കാരണം ഭഗവതിയെ കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ഒരു അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ കിട്ടുന്ന ശാന്തിയും സമാധാനവും ഈ ലോകത്തിൽ എവിടെയും കിട്ടില്ല. കറക്റ്റ് അല്ലേ? ഒന്ന് വീണാലും എന്തൊരു പ്രശ്നം വന്നാലും ആദ്യം വിളിക്കുന്നത് അമ്മയെന്നാണ്. ഇനി അമ്മമാര് ജീവിച്ചിരിക്കുന്നെങ്കിലും ഇല്ലെങ്കിലും അവരോട് നമ്മൾ കുറച്ച് എന്തെങ്കിലും കാര്യത്തിൽ വഴക്കിട്ട് നിൽക്കുകയാണെങ്കിലും മിണ്ടുന്നില്ലെങ്കിലും എന്തായാലും ശരി, അമ്മയെ എന്നൊരു വിളി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും, അല്ലെ? അപ്പൊ ആ അമ്മ സാക്ഷാൽ ഭഗവതിയായി മാറുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ അമ്മയായിട്ട് ഭഗവതി നിൽക്കുകയാണ്. ആ ഒരു സാന്ത്വനം എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവുന്നത് ദേവി മഹാത്മ്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, സാമ്പത്തിക പ്രശ്നങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിനൊരു ആൻസർ ദേവി മഹാത്മ്യ പാരായണത്തിലുണ്ട്. നിങ്ങൾ വിചാരിക്കും ഒരുപാട് സഹസ്രനാമങ്ങൾ ഞാൻ ചൊല്ലുന്നുണ്ട്, ഗീത വായിക്കുന്നുണ്ട്, ഭാഗവതം വായിക്കുന്നുണ്ട്, നാരായണീയം വായിക്കുന്നുണ്ട്, ഡെയിലി അമ്പലത്തിൽ പോകുന്നുണ്ട്, പക്ഷെ എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് ദേവി മഹാത്മ്യം നമുക്ക് ഉത്തരം നൽകുന്നത്. അത്രയും പവർഫുൾ ആണ് ദേവി മഹാത്മ്യം. എന്നാൽ ദേവി മഹാത്മ്യം ഒരുപാട് നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുണ്ട്. പക്ഷെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അർത്ഥങ്ങൾ അറിയുന്നില്ല, തെറ്റിപ്പോകുന്നു, സംസ്കൃതമാണ്,
ഒരുപാട് എന്താണ് കഥകള്, എങ്ങനെയാണ് വായിക്കേണ്ടത്, പാരായണ വിധി എന്താണ്, അശുദ്ധിയായ വായിക്കാൻ സാധിക്കുമോ, ഇത് എങ്ങനെയാണ് വീട്ടിൽ വെക്കേണ്ടത്, അങ്ങനെ നിരവധി ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് അല്ലെ. വായിച്ച് തെറ്റിയാൽ പ്രശ്നമുണ്ടോ, അങ്ങനെ ഒരുപാട് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരുന്നിടത്ത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ദേവി മഹാത്മ്യം അതിനൊരു ഉത്തരമാണ്. നിങ്ങൾക്ക് എന്തെല്ലാം സംശയങ്ങൾ ദേവി മഹാത്മ്യത്തിലുണ്ടോ അതെല്ലാം ആ ബുക്കിലുണ്ട്. ഇനി അതിന്റെ മുമ്പേ അത് ഒരു സെഗ്മെന്റ്, അതിന്റെ മുമ്പേ ഞാനിവിടെ മഹാദേവന്റെ കാര്യം പറയാനാ വന്നത്, പക്ഷെ ഭഗവതിയുടെ കാര്യം കൂടെ പറയാം. കാരണം ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോൾ ഹരേ എന്ന് പറയുന്നത് ദേവിയാണ്, പിന്നെയാണ് കൃഷ്ണ വരുന്നത്. അതേപോലെ ഉമാപതി അല്ലെ, ഭഗവാൻ ഉമാപതിയാണ്, പരമേശ്വരനാണ്. അപ്പൊ എല്ലായിടത്തും സ്ത്രീകൾക്ക് ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ സനാതന ധർമ്മത്തിലുണ്ട്. പക്ഷെ എന്നാൽ ഈ സ്ത്രീകൾ ഇന്ന് അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിയാണോ അല്ലേ? ആണോ അല്ലേ? പക്ഷെ ഒരു 50% ഞാനത് പറയൂ. കാരണം ബാക്കി 50% സ്ത്രീകൾ കുറച്ചും കൂടി അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അല്ലെ. കുറച്ച് നമ്മളൊന്നും ഒരു പൊടിക്ക് താഴണം. ഒരു കുഴപ്പമുണ്ട്, നമ്മൾക്ക് ഇച്ചിരി സ്ഥാനം കൊടുത്താൽ പിന്നെ അങ്ങോട്ട് കേറിപ്പോവും. ഈ പറയുന്നത് ഞാനായാലും എങ്ങനെയാട്ടോ. പക്ഷെ എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ സ്ത്രീകൾക്ക് ഏതൊരു പുരുഷന്റെയും ഷോൾഡറിന്റെ താഴെ നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഭംഗിവാക്ക് പറയുന്നതല്ല, നമ്മൾ ആദ്യം സംരക്ഷിക്കുന്നത് അച്ഛനാണ്, പിന്നെ നമ്മുടെ സഹോദരൻ, പിന്നെ നമ്മുടെ ഇപ്പൊ കാമുകന്മാര് വന്നാൽ അവര് പറയാൻ പറ്റൂല, അതൊക്കെ ഒരു ജീവിതത്തിന്റെ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ ഭർത്താവ്, പിന്നെ നമ്മുടെ മകൻ അല്ലെ. അപ്പൊ ഒരു പുരുഷന്റെ സാന്നിധ്യം സ്ത്രീയുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ അമ്മയുടെ അച്ഛൻ വരുമ്പോഴേക്കും എന്റെ അമ്മമ്മ പറയും, ദോ അച്ഛൻ വരുന്ന മിണ്ടാതിരിക്കുന്നെന്ന്. പക്ഷെ ഇന്നാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ആര് വന്നാലും ഇപ്പൊ എന്ത്, അച്ഛനാവട്ടെ അപ്പൂപ്പനാവട്ടെ വല്യപ്പനാവട്ടെ, ആര് വന്നാലും എന്ത്, കാലും കയറ്റി ഒരു പാന്റ് ഇട്ട് മുക്കാക്കണ്ട പാന്റ് ഇട്ടുകൊണ്ട് മൊബൈലിൽ നോക്കിയിരിക്കുന്ന പെൺകുട്ടികളെയാണ് നമ്മുടെ എല്ലാവരുടെ വീടിന്റെ ഹാളിലും കാണാൻ പറ്റുന്നത്. ഇതിനോട് ഞാൻ ഭയങ്കര എതിരാണ്. അത് ശരിയല്ല. നമ്മൾക്ക് നമ്മളുടേതായ ഒരു അച്ചടക്കമുണ്ട്. ആ അച്ചടക്കമാണ് ഭക്തി എന്ന് പറയുന്നത്. അല്ലാതെ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോണു, ചന്ദനം തൊടുന്നു, പ്രാർത്ഥിക്കുന്നു, കുറെ അമ്പലത്തിൽ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, വീട്ടിൽ പൂജ ചെയ്യുന്നു, ഹോമം ചെയ്യുന്നു, ഇത് ഭക്തിയല്ല, ഇത് പ്രഹസനമാണ്. ഭക്തി ഉള്ളിൽ നിന്ന് വരണം. ആ ഭക്തി എന്ന് പറയുന്ന വാക്ക് പൂർണ്ണതയാണ്. ആ പൂർണ്ണതയാണ് സാക്ഷാത്കാരം. സാക്ഷാത്കാരമാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പോ ഭക്തി ഉണ്ടാവണമെങ്കിൽ വിളക്ക് കൊളുത്തിയതുകൊണ്ട് ഭക്തി ഉണ്ടാവില്ല. നമ്മൾ സ്വയം മാറുക. നമ്മൾ എങ്ങനെ മാറണം? ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുക, ഞാൻ ആരാണ്, ഞാൻ എന്തിന് ഈ ലോകത്തിൽ വന്നു, ഇന്ന് വരെ ഞാൻ എന്താണ് ഈ ലോകത്തിൽ ചെയ്തത്, എന്റെ അച്ഛനോട് ഞാൻ എങ്ങനെ, അമ്മയോട് എങ്ങനെ, എന്റെ സുഹൃത്തുക്കളോട് എങ്ങനെ, ഞാൻ പറയേണ്ട വാക്കുകളാണോ ഞാൻ പറയുന്നത് എന്നൊക്കെ സ്വയം ഒന്ന് നമ്മൾ ചിന്തനം ചെയ്യാം. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമ്മൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞ കാര്യമാണത്. അത് ഭർത്താവട്ടെ, അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, സഹോദരനാവട്ടെ, അയൽവക്കക്കാരാവട്ടെ, എന്ത് വേണമെങ്കിലും നമ്മൾ പറയട്ടെ. ചിലപ്പോൾ ഒരു സ്ത്രീ ഒരിക്കലും ക്ഷമിക്കാത്ത വളരെ മോശം വേട് പോലും ജീവിതയാത്രയിൽ നമുക്ക് കേൾക്കേണ്ടി വരും. അവിടെ ഒന്നും ദുഃഖിക്കേണ്ട. ദാറ്റ് ഈസ് കർമ്മ. നമ്മൾ ആരും ഇന്നൊരു ദിവസം ഉടലെടുത്ത ജീവാത്മാക്കളല്ല, കുറെ കാലങ്ങളായിട്ട് ഈ ഭൂമിയിലുണ്ട്. അപ്പൊ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ കുറെ തെറ്റുകളുടെ പരിണിത ഫലം പല രൂപത്തിൽ നമ്മളെ വേട്ടയാടുന്നു. ഇതെല്ലാം താണ്ടിയാലേ നമ്മൾക്ക് എന്തുള്ളൂ? ശാന്തിയും സമാധാനവും ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? സ്ത്രീകളായ ഞാൻ അങ്ങനെ അടച്ചാക്ഷേപിച്ച് പറയല്ല കേട്ടോ, ഓൾമോസ്റ്റ് ഇങ്ങനെ എല്ലാം കൂടെ ഓർത്ത് പറയാണ്. നമ്മൾ കുറച്ച് റെഡ് എഫ്എമ്മിന് സ്റ്റോപ്പ് ചെയ്യാ. നമ്മുടെ റെഡ് എഫ്എം ഒന്ന് ക്ലോസ് ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. സ്വസ്ഥമായി നമുക്കൊന്ന് ചിരിക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ എന്ത് ജീവിതാണല്ലേ. സമാധാനമായിട്ടൊന്നും ചിരിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, പിന്നെ എന്ത് ലൈഫാണ്? ഒന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അറിയാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാം കൊണ്ടും ആദ്യം ഭക്തിയിൽ വരുമ്പോ ചെയ്യേണ്ടത് നമ്മളൊന്ന് മാറുക. 10 വീട് അപ്പുറത്ത് കേൾക്കാൻ മാത്രം ഇവിടുന്ന് സഹസ്രനാമം കൂവി വിളിക്കുന്നത് ഭക്തിയല്ല. ഈശ്വരനോടുള്ള ഒരു എന്താ പറയാ, ആത്മസമർപ്പണത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥന, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മതി. കൃഷ്ണ ഗുരുവായൂരപ്പ ഇന്നലെ എന്നോട് കണ്ണേട്ടൻ ചോദിച്ചു, മാതാജി നിങ്ങൾ ഈ ഇസ്കോൺ സംബന്ധപ്പെട്ട് നടന്നിട്ട് എന്താ കണ്ടിമാലയൊന്നും ഇടാത്തത്? ഞാനിപ്പോ ഒരു കണ്ടിമാല ഇട്ടാൽ എനിക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകുമ്പോൾ അത് ഊരേണ്ടി വരും. നമുക്ക് എന്തായാലും നമ്മുടെ ക്യാരക്ടേഴ്സിനനുസരിച്ച് നമ്മൾ ഇടുന്ന എല്ലാ ഓർണമെന്റ്സും നമുക്ക് ചേഞ്ച് ചെയ്യണം, നെയിൽ പോളിഷ് അടക്കം ചേഞ്ച് ചെയ്യണം. അപ്പൊ പിന്നെ ഞാൻ ചോദിച്ചു, കൂറൂരമ്മ കണ്ടിമാല ഇട്ടിട്ടാണോ ഗുരുവായൂരമ്പലത്തിൽ വന്നത് ഭക്തയായത്? പൂന്താനന്ദിമേനി കണ്ടിമാല ഇടാൻ ഗുരുവായൂരമ്പലത്തിൽ കയറ്റിയിട്ടില്ലേ? നമ്മളുടെ ഉള്ളിൽ നിന്നാണ് ആദ്യം എന്തുണ്ടാവേണ്ടത്? ഭക്തി ഉണ്ടാവേണ്ടത് അല്ലെ. അതിന് നമ്മുടെ ക്ഷേത്രങ്ങൾ നമ്മൾ സംരക്ഷിക്കുക,
നമ്മളെ അനുഷ്ഠാനങ്ങൾ നമ്മൾ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക. നമ്മൾ മാറുമ്പോൾ നമ്മുടെ മക്കളും മാറും, ഉറപ്പായിട്ടും മാറും. ഇനി മാറിയിട്ടില്ലേ, നമ്മൾ മിണ്ടാതിരിക്കുക. ജീവിതത്തിൽ എന്തായാലും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഓരോ പ്രഭാഷണങ്ങളും അന്നദാനം ഉള്ളതുകൊണ്ട് വന്ന് കേൾക്കുന്ന ഒരു സമയം പോക്കാവരുത്. ഇപ്പൊ എനിക്ക് ഇവിടെ പറയേണ്ട കാര്യങ്ങൾ ഭഗവാൻ യുഗങ്ങൾക്ക് മുമ്പേ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഇവൾ ഇത്രേ ഇവിടെ പറയൂ, ഈ സമയത്തെ ഇവിടെ എത്തൂ എന്നുള്ളതൊക്കെ. അപ്പം നമ്മൾ അതിനനുസരിച്ച് പോവുക. അല്ലാണ്ട് നമ്മള് യൂട്യൂബിൽ കാണുന്ന എല്ലാം ഫോളോ ചെയ്യാൻ പോകരുത്. അങ്ങനെ ചെയ്താൽ പൈസ കിട്ടും, ഇങ്ങനെ ചെയ്താൽ പൈസ കിട്ടും, അതിനൊന്നും പോകണ്ട. ലക്ഷ്മി ദേവി വരണമെങ്കിൽ വരും, അതിന്റെ പിന്നാലെ നമ്മൾ ഓടണ്ട. ഇപ്പൊ നിങ്ങൾക്കും പ്രശ്നമുണ്ട്, എനിക്കും പ്രശ്നമുണ്ട്. ഞാൻ പണം വാങ്ങാതെ പ്രഭാഷണം ചെയ്യുന്ന എനിക്ക് ബാങ്ക് ബാലൻസ് കോടികൾ ഉണ്ടായിട്ടല്ല. പക്ഷെ ഞാൻ ചന്ദ്രൻ ചേട്ടൻ ആദ്യം എന്നെ വിളിച്ചപ്പം എന്നോട് ഫസ്റ്റ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ സ്കന്ദപുരാണമാണ് പറയേണ്ടത്. ഓ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് റെമ്യൂണറേഷൻ എന്ന് ചോദിച്ചു. എങ്ങനെയാണ് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ എമൗണ്ട്? ഞാൻ ചോദിച്ചു ഞാൻ വരുന്ന ചെലവാണോ തരാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സ്കന്ദപുരാണത്തിനാണോ വിലയിടാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. ഇത് രണ്ടും നമ്മൾക്ക് വിലയിടാൻ പറ്റില്ല അല്ലെ? കാരണം എന്താ, വിളിക്കുന്നത് ചന്ദ്രൻ ചേട്ടന്റെ വീട്ടിലേക്കല്ല, ഭഗവാന്റെ മണ്ണിലേക്കാണ്. അവിടെ രാജാവായിരിക്കുന്നത് ഭഗവാനാണ്. അദ്ദേഹത്തിന്റെ മണ്ണിൽ ഞാൻ വരാൻ വേണ്ടി ഒരു നിമിത്തമായി മാറുകയാണ് ചന്ദ്രൻ ചേട്ടനും കമ്മിറ്റിക്കാരും. ശരിയല്ലേ? അപ്പൊ അതിന് എനിക്ക് എന്ത് പ്രതിഫലമാണ് നിശ്ചയിക്കാൻ എനിക്ക് പറയാൻ പറ്റുമോ? അവർക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പോ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആധ്യാത്മിക പ്രഭാഷണങ്ങളിലൂടെ സമ്പാദിക്കാൻ പോവുക എന്നുള്ളതിനോട് എനിക്ക് താല്പര്യമില്ല. ഇനി അത് ജീവിതമാർഗമാക്കിയ വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും അതിന് ചെലവാക്കുന്നത് പ്രഭാഷണങ്ങൾക്കായിരിക്കും. അതുകൊണ്ട് അവർ റെമ്യൂണറേഷൻ വാങ്ങുന്ന വിരോധമില്ല. പക്ഷെ എനിക്ക് അത് വേണ്ട. കാരണം എനിക്കൊരു ജോലി വേറെ ഉണ്ട്. ആ ജോലിയിൽ നിന്ന് എനിക്ക് ജീവിച്ചു പോകാനുള്ള കാശ് കിട്ടുന്നുണ്ട്. അമിതമായിട്ട് എന്തിനാ നമ്മൾ അതിന്റെ പിന്നാലെ ഓടുന്നത്? ആപത്തുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. അപ്പൊ അത് മതി. അല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ കുറെ സമ്പാദിച്ചു വെച്ചിട്ട് നാളെ തന്നെ ഇപ്പൊ ഞാൻ ചെന്നൈക്ക് പോണ വഴിക്ക് മരിച്ചു പോയാൽ എന്ത് ചെയ്യും? ആർക്കൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ആദ്യം ലൈഫ്. പിന്നെ അതിന്റെ പിന്നാലെ ഒന്നും നമ്മൾ പോകണ്ട. അപ്പോ ജീവിതത്തിലെ എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും തരണം ചെയ്യാൻ ഒരു വിൽ പവർ ഉണ്ടാക്കിയെടുക്കാം. മനസ്സിന് ഒരു ധൈര്യം കൊടുക്കുക. പ്രശ്നങ്ങൾ വരട്ടെ, അത് വരുമ്പോഴല്ലേ അത് അപ്പൊ ഫേസ് ചെയ്യാം. ആ ഒരു മനോഭാവത്തിൽ മുന്നോട്ട് പോവുക, സിമ്പിളായിട്ട് ജീവിച്ചു പോവുക, സന്തോഷമായിട്ട് ഇരിക്കുക. നമുക്ക് ഏകാഗ്രതയോടുകൂടി എത്ര വായിക്കാൻ പറ്റും, എത്ര ജപിക്കാൻ പറ്റും, അതൊക്കെ ചെയ്യാം. അന്നും ഇന്നും പറയുന്നു കഴിയുന്നതും വെജിറ്റേറിയൻസ് ആയിട്ട് മാറുക. വെജിറ്റേറിയനിലൂടെ നമ്മുടെ ബോധം ശുദ്ധീകരിക്കപ്പെടും. അതറിയാമോ? നമ്മളിപ്പോൾ എപ്പോഴും നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊരു വയലൻസ് ക്യാരക്ടർ ഉണ്ടാവും. സീരിയസ്ലി ഒരു പ്രശ്നത്തെ അവർ ഫേസ് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. പക്ഷെ വെജിറ്റേറിയൻസ് പോകെ അവർക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ശാന്തതാ മനോഭാവം ഉണ്ടാവും. ആ ശാന്തതയിലൂടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റൂ. നമ്മളൊരു വെപ്രാളം പിടിച്ചൊന്നും ഒരു പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അതിലേറെ വിഷമമുണ്ട്. കാരണം ഞാൻ ലാസ്റ്റ് ടൈം കണ്ട പല മുഖങ്ങളും എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ഞാനിപ്പോ ഒരു 1000 കിലോമീറ്റർ ദൂരത്തു നിന്നൊക്കെ അയ്യോ എന്റെ വീട്ടിലേക്ക് പോണേനേക്കാളും സന്തോഷത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ജസ്റ്റ് എന്റെ കോഴിക്കോട്ടേക്ക് വീട്ടിലേക്ക് ഒരു 3 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ എനിക്ക് പോകാൻ സമയമില്ല. ഞാൻ ഇവിടെ വന്നു. അച്ഛൻ ചോദിച്ചു വരുമോന്ന് ചോദിച്ചാൽ ഇല്ല, സമയമില്ല എന്ന് പറഞ്ഞു. കാരണം ഓടി ഇപ്പൊ ഇവിടെ എത്തി. ഇനി നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് പാലക്കാട് പോകും. അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് നാളെ നൈറ്റ് തന്നെ കോയമ്പത്തൂരിൽ നിന്ന് നേരെ ചെന്നൈ പോയി ഇറങ്ങി ഉടനെ വന്നിട്ട് 3 ദിവസത്തെ സിനിമയുടെ ഡബിങ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് പോവാണ്. ആ മൂവി 5-ാം തീയതി റിലീസാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ശബ്ദം കിട്ടാൻ, ശബ്ദം ഇല്ലാണ്ട് അത് എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ ഒരു ഓട്ടപ്പാച്ചിലിനിടയിൽ എനിക്ക് കാണാൻ പല മുഖങ്ങളും ഇവിടെ മിസ്സായി. പിന്നെ ഇവിടെ മുടിയൊക്കെ ഇങ്ങനെ കളർ ചെയ്ത ഒരു കുട്ടി പയ്യനുണ്ടായിരുന്നു, അവനെയും കാണാനില്ല. ഉണ്ടോ? അവൻ ഭയങ്കര എന്താ പറയാ സ്മാർട്ടായിരുന്നു. ചില മുഖങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ രജിസ്റ്റേർഡ് ആവും അല്ലേ, പ്രത്യേകിച്ച് എക്സ്പെഷ്യലി കുട്ടികള്. അപ്പൊ ആ കുട്ടിപ്പയ്യനെ കാണുന്നില്ല. കണ്ടു, അവന്റെ മുടി ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഡേ എനിക്ക് ഇങ്ങനെ ഈ ഗോൾഡൻ കളർ ഇതൊന്നും കാണണ്ട, അതൊക്കെ മാറ്റടാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്നതൊക്കെ മാറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ലാസ്റ്റ് ടൈം പോകുമ്പോ വന്ന് കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു, 5 ദിവസം. ഭയങ്കരം എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു അവൻ. ഭയങ്കരമായിട്ട് നമ്മളെങ്ങനെയാ ഇപ്പൊ മലയാളത്തിൽ പറയാം, ഭയങ്കര തുരുതുരുപ്പായിരുന്നു ഇവൻ. എന്താ പറയാ, സ്മാർട്ടായിരുന്നു. അവിടെ ചാടി ഇവിടെ ചാടി അങ്ങനെ ചാടി, അടങ്ങിയിരിക്കടാ പറഞ്ഞാ അടങ്ങിയിരിക്കൂല. പക്ഷേ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമല്ലോ, നമ്മളൊക്കെ അമ്മമാരാണ്, കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഞാൻ പോകുന്ന ദിവസം ഇവനൊന്നും മിണ്ടുന്നില്ല എന്നോട്. സത്യം. എന്നിട്ട് ഞാൻ നോക്കുമ്പോ ഇവന്റെ കണ്ണിലുണ്ട് കുറച്ച് കണ്ണുനീരൊക്കെ ഇങ്ങനെ നിറഞ്ഞ്, ഇവൻ വല്ലാത്തൊരു നോട്ടം എന്നെ.
ഞാൻ പറഞ്ഞു ഞാൻ വരുവാടാ തിരിച്ച്, നീ സമാധാനിക്ക്. അപ്പൊ എന്ന് വരും? ഞാൻ പറഞ്ഞേ ഞാൻ വേഗം വരും, ഈ മാസം ലാസ്റ്റ് വരും, കുറച്ച് പണി തീർക്കാനുണ്ട്, അത് തീർത്തിട്ട് വരാം. കാരണം സിനിമാക്കാരോട് അഡ്വാൻസ് വാങ്ങി ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അവർ നമുക്കൊരു സ്വൈര്യം തരൂല, അവർക്ക് രാവ് പകലൊന്നൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരും, പെട്ടെന്ന് വരും, നീ സമാധാനിക്കുന്നു പറഞ്ഞു. അപ്പം ഇങ്ങനെ കുറെ മുഖങ്ങൾ എന്റെ മനസ്സിൽ രജിസ്റ്റർ ആയപ്പം പിന്നെ എനിക്ക് ഒന്നും നോക്കാൻ പറ്റില്ല. ഞാൻ ചെന്നൈയിൽ ആരോടും പറഞ്ഞില്ല ഞാൻ പോരുന്നത്. രാത്രി ഒരു 9 മണി 10 മണിക്ക് വിളിച്ചിട്ട് സ്റ്റുഡിയോ എന്ന് പറയുന്നത് നാളെ ഡബിങ് ഉണ്ട്, അമ്പളി എത്ര മണിക്ക് എത്തും? ഞാൻ പറഞ്ഞില്ലപ്പാ ഞാൻ കേരള പോയിട്ട് ഇருக்கு. ഞാൻ പറഞ്ഞു അർജന്റാ പോണോ, തിരുപ്പി ഒരു 4 നാൾക്കുള്ള വന്നിരുന്നേ, അതുവരേക്കും നിങ്ങൾ സമാളിങ്ക എന്നും പറഞ്ഞ് ഞാൻ ഓടി പോന്നതാ. അപ്പൊ കുറച്ചു പേരൊന്നും കാണുന്നില്ല, അതിന്റെ ഒരു ചെറിയ പരിഭവം ഉണ്ട്. സാരില്ല, ഇനിയും കാണാം അല്ലേ. വീട്ടിൽ പോയാ? ഇവൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ അവരൊക്കെ വീട്ടിൽ പോയിരുന്നു. അപ്പൊ നീയാണ് ആളല്ലേ. ഞാനെന്ത് കാട്ടി? അതെന്ത് ഭാഷയാണ് അത്? ഞാനെന്ത് കാട്ടി? നമ്മുടെ ഈ പുതിയ അജു വർഗീസിന്റെ ഒക്കെ സിനിമയിൽ കേൾക്കാറില്ല, ഒരു കൊളൊക്കെയല്ലേ ഞാനെന്ത് കാട്ടി. എന്റെ പേര് നിന്റെ മറന്നുപോയി. കുഞ്ഞൻ. അതെപ്പോഴും എന്റെ വായിൽ വരുന്ന പേരാണ്. നൈസ്, കളിച്ചോളൂ കേട്ടാ. ഞാൻ അവിടെ നിർത്തി, ഇനി വധിക്കുന്നില്ല. അപ്പം നമ്മള് കുറച്ച് ദേവി മഹാത്മ്യം കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു 3 അമ്മമാര് നേരത്തെ പോണെന്ന് പറഞ്ഞു. സോ ഞാൻ അവർക്കത് കൊടുക്കട്ടെ. ദേവി മഹാത്മ്യം ദാനമായി നൽകുകയാണ്. അപ്പം ആദ്യം ഒരു 3 അമ്മമാർക്ക്. പിന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അവിടെ പൂ കിട്ടുന്ന അമ്മയുടെ പേര് എനിക്ക് ഓർമ്മയിൽ നിൽക്കുകയില്ല, പക്ഷെ അമ്മയുടെ മുഖം മയിലിനെപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ മയിലമ്മയെന്നാണ് വിളിക്കുന്നത്. അങ്ങനെ പേര് വെച്ചു. ഇവിടൊക്കെ എത്ര ക്ഷേത്രങ്ങള്, എത്ര ഷൂട്ടിംഗ് ലൊക്കേഷനുകള്, നമുക്ക് എല്ലാം ഓർത്തിരിക്കാൻ പറ്റില്ല. പക്ഷെ എല്ലാവർക്കും ഞാൻ ഒരു പേര് വെച്ചിട്ടാ പോവാ. മയിലമ്മ, അത് അമ്മയുടെ ഫേസ് ശരിക്കും മയിലിനെ പോലെ ഉണ്ട്. വരൂ അമ്മ. ഒരു മിനിറ്റ് പറയൂ അമ്മ. എൻ്റെ അടുത്ത് ദേവി മഹാത്മ്യം ഉണ്ടായിരുന്നില്ല, ഞാൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. ഇത് എനിക്കൊരു ഭാഗ്യമാണ്. ദേവി മഹാത്മ്യം കിട്ടിയത് വലിയ സന്തോഷമായി. ഇനി ഇത് വായിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ. നമസ്തേ അമ്മ, ഒരുപാട് സന്തോഷം. ഹരേ കൃഷ്ണ. വരൂ അമ്മ. സോറി അമ്മ. ശരി അമ്മ, താങ്ക് യു സോ മച്ച്. ഗുരുവായൂർ മഞ്ജരീസ് ആണല്ലേ. താങ്ക് യു അമ്മ. ഇതാ മയിലമ്മ. അമ്മയ്ക്ക് ഞാൻ വിചാരിച്ചു അമ്മയൊക്കെയൊന്നും കിട്ടിയെങ്കിൽ ഞാനമ്മ അറിഞ്ഞിട്ടില്ലല്ലോ അമ്പലത്തിൽ. ഞാൻ വിചാരിച്ചു അമ്മയൊക്കെയൊന്ന് കിട്ടണേ എന്ന്. എന്നിട്ടാണ് ഞാൻ വിളിച്ചത്, നമ്പർ മേടിച്ചിട്ട്. ആണല്ലേ, കിട്ടി. അയ്യോ, ഓക്കെ അമ്മ. ഇതാണ് ചന്ദ്രൻ ചേട്ടന്റെ ഭാര്യ. മയിലമ്മാനെ വിളിക്കൂ. സന്തോഷായില്ലേ? ആണല്ലേ, സന്തോഷമ്മ. ദേവി മഹാത്മ്യം നോക്കിയില്ലമ്മ, നോക്കാമ്മ. അയ്യോ സോറി അമ്മ. ഹരേ കൃഷ്ണ. വന്നു അല്ലേ? താങ്ക് യു. ശരി അമ്മ. ദേവി മഹാത്മ്യം. താങ്ക് യു അമ്മ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷമായിട്ടിരിക്കും കേട്ടോ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. ഇതാണ് എനിക്ക് തേങ്ങയും പച്ചക്കറിയൊക്കെ തന്ന അമ്മ. ഹരേ കൃഷ്ണ. അയ്യോ വേണ്ട അമ്മ. നമസ്തേ. ഇനിയുണ്ടോ? എൻ്റെ ബാഗിലുണ്ട്, കറുത്ത ബാഗിൽ. അമ്മ ബാഗിലുണ്ട്.
രണ്ടെണ്ണം അവിടെ വെക്കണേ, രണ്ടെണ്ണം അവിടെ വെക്കണേ. ആ നമസ്തേ. ഉണ്ട്, ഞാൻ 2 ബോക്സ് ബുക്കുമായിട്ടാണ് വന്നത്, പേടിക്കണ്ട. ഇപ്പൊ കൊണ്ടുവരാൻ കുറച്ച് പ്രയാസമുള്ളതുകൊണ്ട് കുറച്ച് കൊണ്ടുവന്നു, ബാലൻസ് ഈവനിങ് കൊണ്ടുവരും. നോ നീഡ് ടു വറി. ഉണ്ട് ഉണ്ട്, ഇതിലേ ഇല്ല, ഹോട്ടലിലാണ്. ഞാൻ കൊണ്ടുവരാം, ഇപ്പൊ കൊണ്ടുവരും, ഉച്ചയ്ക്ക് കൊണ്ടുവരും. ഗ്രന്ഥ വിതരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ശ്രേഷ്ഠമാണ്. ദാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ ദാനമാണ് ഗ്രന്ഥങ്ങൾ, അന്നദാനം, വസ്ത്രം, ഇതൊക്കെ. അപ്പം നമ്മളെപ്പോഴും മഞ്ജരീസ് സ്പെഷ്യലായിട്ട് നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കും. മാതാജി എത്ര ബുക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നൊന്ന് കൗണ്ട് എടുക്കണേ. ഇതൊന്നും തന്നത് ഞാനല്ല കേട്ടോ, ലൈക്ക് ഞാൻ എൻ്റെ കൈകൊണ്ട് ജസ്റ്റ് തന്നു എന്ന് മാത്രം. ഇതെല്ലാം തന്നത് ഗുരുവായൂർ മഞ്ജരീസ് ട്രസ്റ്റ് ആണ്. ട്രസ്റ്റിൽ നിന്ന് നിരവധി പേരുടെ കോൺട്രിബ്യൂഷൻ കൃത്യമായ മെസ്സേജ് നോക്കി എഴുതിയെടുത്തിട്ടാണ് നിങ്ങളിലേക്ക് ഞാൻ ഈ ബുക്സ് എല്ലാം ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ താങ്ക്സ് പറയേണ്ടത് ഗുരുവായൂർ മഞ്ജരീസിനോടാണ്, എന്നോടല്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ചെയ്തേ ഉള്ളൂ. അപ്പൊ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് മഹാദേവനെ കുറിച്ച് കുറച്ച് പഠിക്കാം. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഞാനിവിടെ പ്രിന്റെടുത്ത് കയ്യിൽ കരുതിയിട്ടുണ്ട്, കാരണം ശിവപുരാണം പറയാനുള്ള സമയമില്ല. പക്ഷെ ഇമ്പോർട്ടന്റ് തിങ്സ് എല്ലാം പറഞ്ഞു തരാം. അതിന് മുമ്പേ ഇവിടെ ലാസ്റ്റ് ഞാൻ വന്നു പോയില്ലേ, ഇവിടുന്ന് ഞാൻ പോയി നേരെ എത്തുന്നത് പഴനിയിലാണ്. മൂകാംബിക പോയി. മൂകാംബിക നമ്മളൊരു 1095 വിളക്കൊക്കെ സമർപ്പണം ചെയ്ത് ദേവിയെ നന്നായി കണ്ടു, വലിയ തളികയൊക്കെ കൊടുത്തു. അമ്മയുടെ അടുത്ത് ഒരു 4-5 ദിവസത്തോളം അമ്മയുടെ അടുത്ത് ഇരുന്നു. അത് കഴിഞ്ഞ് നേരെ പഴനിയിലേക്കാണ് പോയത്. അപ്പൊ അവിടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ഒരു CID ഓഫീസറാണ്, ഭഗവതി സർ. അദ്ദേഹത്തെ വിളിച്ച് നമ്മൾ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 8 അടി വലിപ്പവും നല്ല ഭാരമുള്ള ഒരു വേല് പാൽക്കുടമൊക്കെ ആയിട്ട് പഴനിമല കയറി ഭഗവാന് അവിടെ വേൽ സമർപ്പണം നടത്താൻ സാധിച്ചു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ഓർത്ത് കഴിഞ്ഞാല്, വരൂ അമ്മൂന്ന് പറഞ്ഞിട്ട് അവിടെ ഭഗവാന്റെ ശ്രീകോവിലിന് തൊട്ടടുത്തിരുത്തി. ലൈക്ക് ഇപ്പൊ ഞാൻ ഈ ചേച്ചിയെ കാണുന്നത് പോലെ മുരുകനെ കണ്ടിട്ട് എനിക്ക് എന്ത് പറയണം എന്നറിയില്ലായിരുന്നു. അത് ശരിക്കും നിങ്ങളാണ് ആ ദർശനം. അങ്ങനെയാണ് ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുക, ഭഗവാനെ അടിതൊട്ട് മുടി വരെ നോക്കുക. അയ്യോ ഭഗവാനെ, ഇത് ഭഗവാനല്ലേ ഞാൻ ഈ കണ്ടോണ്ടിരിക്കും. ഞാൻ വിനോദേട്ടൻ, കണ്ണൻ ചേട്ടൻ, മാതാജിയൊക്കെ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം എനിക്ക് ഭഗവാനെ കണ്ടപ്പോൾ. ശരിക്കും ഞാൻ ഈ മണ്ണിനോടും ഇവിടെയുള്ള ആളുകളോടും താങ്ക്സ് പറയാണ്. കമ്മിറ്റിക്കാരെ, എന്നെ വിളിച്ച കമ്മിറ്റിക്കാരോട്, എൻ്റെ കൂടെ 5 ദിവസം സ്പെൻഡ് ചെയ്ത എൻ്റെ ഫാമിലീസിനോട്, ഈ മണ്ണിനോട്, പെരിയമ്പലത്തെ ഈ മണ്ണിനോട്, ഇത് നിസ്സാരമല്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ചെന്നൈയിലെത്തി. പോകുമ്പോൾ എനിക്കൊരു ശസ്ത്രബന്ധം എഴുതിയ വേല് ശ്രീലകത്തുനിന്ന് അവിടുന്ന് അവരെ ഗിഫ്റ്റ് ചെയ്തു. അയ്യോ അത് ഭയങ്കര എനിക്ക് സന്തോഷമായി. ആ വേലും കൊണ്ടാണ് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ നമ്മളുടെ ഒരു പുതിയ പ്രൊജക്ട് സക്സസ് ആയി എന്ന് വേണ്ട, ഈ ഇരിക്കുന്ന നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ അത്ഭുതങ്ങൾ തന്നെ നടക്കുമായിരുന്നു. സീരിയസ്ലി ഞാൻ എല്ലാം പറയുന്നു. ഗുരുവായൂർ മണ്ണിൽ വന്ന് ഞാൻ 5 ദിവസം ഭഗവാന്റെ അടുത്ത് താമസിച്ചു, ഭഗവതിയുടെ അടുത്ത് 5 ദിവസം ഇരുന്നു. അവിടെ നിന്നാണ് ദേവി മഹാത്മ്യം കംപ്ലീറ്റ് ആവുന്നത്. ഈ മഹാത്മ്യം കുറേ നാളായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ കൂടെയുള്ളവരെ, ക്ഷേത്ര ദർശൻ്റെ ആൾക്കാർ, നമ്മുടെ നരസിംഹടിക്ക് അറിയാലോ, 50 വർഷം മൂകാംബിക ക്ഷേത്രം പരിപാലിച്ചു വന്ന, 1 രൂപ ദക്ഷിണ പോലും ഇല്ലാത്ത കാലത്ത് പരിപാലിച്ചു വന്ന ഒരു ഉയർന്ന സാത്വിക വ്യക്തിയാണ് നരസിംഹടിക. മൂകാംബിക അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇല്ലം. അദ്ദേഹത്തിന്റെ മകനാണ് സുബ്രഹ്മണ്യ അടിക. അപ്പൊ നരസിംഹ അടികയാണ് എനിക്ക് നവാക്ഷരി മന്ത്രം നൽകിയത്. സുബ്രഹ്മണ്യ അടികയുടെ അടുത്താണ് നമ്മൾ ചണ്ഡികാഹോമം ഒക്കെ ചെയ്യുന്നത്. പിന്നെ അവിടെ നമ്മളുടെ തന്ത്രിയുണ്ട്, രാമചന്ദ്ര അടിക. അദ്ദേഹമാണ് എനിക്ക് ദേവി മഹാത്മ്യം പകർന്നു തന്നത്. അപ്പോഴേ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു ദേവി മഹാത്മ്യം കൊടുക്കണം എന്നിങ്ങനെ എപ്പോഴും ചിന്തിക്കും. പക്ഷെ അത് അവിടെ വെച്ച് സാധ്യമായി. ഉടനെ ആ ബുക്സുമായിട്ട് ചെന്നൈക്ക് കയറുന്നു. ചെന്നൈയിൽ നിന്ന് അതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പം എനിക്ക് തോന്നി പെരിയമ്പലത്തുള്ള കുറച്ച് ഭക്തർക്ക് കുറച്ച് ബുക്സ് ഡൊണേറ്റ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ മഹാത്മ്യവുമായിട്ട് ഇവിടെ എത്തുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. സീരിയസ്ലി നിങ്ങളുടെ കയ്യിൽ കിട്ടിയതൊരു ബുക്കാണ് അത്, അല്ലേ? അതുപോലെ എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ദേവി മഹാത്മ്യമാണ്, ശ്രീമദ് ഭാഗവതമാണ്.
അതുകൊണ്ട് തന്നെ അത് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കാരണം നിങ്ങൾ ഓർക്കും എന്നെ ഈ പ്രഭാഷണത്തിലൂടെയല്ല, അന്ന് അവർ വന്ന് മഹാത്മ്യം തന്നിട്ട് നമ്മളുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ച് വാങ്ങിക്കാം. എന്നിട്ട് ഈ മഹാത്മ്യത്തിന്റെ കവറൊക്കെ ഊരിയെടുത്തതിന് ശേഷം ഇതെന്ത് ചെയ്യാം, അതിൽ പൊതിഞ്ഞിട്ട് വെക്കുക. ആര് എന്ത് മാരണം, മന്ത്രവാദം എന്തുണ്ടെങ്കിലോ നിങ്ങളുടെ വിശ്വാസപ്രകാരം ആര് എന്ത് ചെയ്താലും മഹാത്മ്യമുണ്ടോ അവിടെ അതൊന്നും നടക്കില്ല. ജീവിതത്തില് മഹാത്മ്യം വായിച്ചു തുടങ്ങിയാൽ ആദ്യം സംഭവിക്കുന്നത്, നമ്മൾ ഇത്ര കാലം നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന ചില വ്യക്തികളുടെ മനസ്സ് ചിലപ്പോൾ നമ്മളോട് ദുഷിച്ചതായിരിക്കാം, നമ്മളത് അറിയില്ല. അവരെല്ലാം ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും. അപ്പം നമ്മൾ വിഷമിക്കാൻ പാടില്ല. അയ്യോ, ഞാൻ വായിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും അവരെന്നോട് മിണ്ടാണ്ടായി, ഇവരെന്നോട് മിണ്ടാണ്ടായി, എനിക്ക് അത് നഷ്ടപ്പെട്ടു, ഇത് നഷ്ടപ്പെട്ടു. ഭഗവതി നമ്മളെ സേഫ് ആക്കുകയാണ്, സുരക്ഷിതമാക്കുകയാണ്. മനസ്സിലായില്ലേ? നമ്മൾ നിൽക്കുന്ന മണ്ണിന്റെ അടിയിലും ഒന്നുമില്ല, പുറമേ കാണുന്ന മണ്ണിന്റെ തട്ടിലായിരിക്കും നിൽക്കുന്നത്. അത് എപ്പോൾ വേണമെങ്കിലും വീഴുന്നു നമുക്കറിയില്ല, പക്ഷെ അത് ഭഗവതിക്ക് അറിയാം. അങ്ങനെ നമ്മൾക്ക് എന്താണോ സുരക്ഷിതമായത് അത് ഭഗവതി നമ്മുടെ ജീവിതത്തിൽ മാറ്റിക്കൊണ്ടുവരും. നമ്മൾക്ക് ശരിയല്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ അമ്മ എന്തൊക്കെ നോക്കിക്കാണോ അതെല്ലാം അമ്മ എടുത്ത് പുറത്തിടും. എന്നിട്ട് ഒരു ശാന്തി, സമാധാനം എല്ലാം തരും. അതിലൊരു ദുർഗാ സ്തോത്രമുണ്ട്. ആ സ്തോത്രം ദേവി മഹാത്മ്യത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പല ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു 18 ലൈൻസ് ആണ്. അത് നിർബന്ധമായിട്ടും വായിക്കുക, ഡെയിലി വായിക്കുക. ഡെയിലി അത് വായിക്കുക. പിന്നെ കവചം, അർഗളം, കീലകം, ഇങ്ങനെ 3 സംഭവമുണ്ട്. മഹാത്മ്യം മുഴുവൻ വായിക്കാൻ അറിയില്ലേ, കവചം വായിക്കാതെ വീട് വിട്ട് ഇറങ്ങരുത്. ഡെയിലി കവചം വായിക്കുക. കവചം എന്ന് പറഞ്ഞ ഒരു സുരക്ഷയാണ്, പടച്ചട്ടയാണ്. നിങ്ങൾ മുമ്പേ മഹാത്മ്യം വായിച്ചിട്ടുണ്ടാവും, പക്ഷെ ഒരാൾ ഗ്രന്ഥം ദാനമായി നൽകി അതേക്കുറിച്ച് പറഞ്ഞു തന്നിട്ട് വായന തുടങ്ങുമ്പോൾ അതൊരു മാറ്റം ഉണ്ടാവും ജീവിതത്തിൽ. എന്നും വിളക്ക് വെക്കുന്നിടത്ത് പൂജാ റൂമിൽ വെക്കുക. അശുദ്ധി ആയാലൊന്നും പോയി തൊടണ്ട. തൊടുന്നതിന് തെറ്റുണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്, കുറച്ചും കൂടെ നമ്മൾ ആധികാരികമായിട്ട് സൂക്ഷിക്കാം. മത്സ്യമാംസാദി ആ ആദി പരാശക്തിയെ നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഭഗവതിയെ സ്വീകരിച്ച് ആ മഹാത്മ്യത്തിന്റെ മുമ്പിൽ നമസ്കരിച്ച് അമ്മയോട് അനുവാദം വാങ്ങാം. അമ്മേ, മഹാത്മ്യ പാരായണം ചെയ്തോട്ടെ, അനുഗ്രഹിക്കണേ, അനുവാദം നൽകണേ. അത്രയും ഭയഭക്തിയോടുകൂടി ആ മഹാത്മ്യം കയ്യിലെടുക്കാം. എന്നിട്ട് കവചം മുതൽ വായിച്ചു തുടങ്ങാം. മഹാത്മ്യം വായിക്കുക ജീവിതത്തിൽ ഉണ്ടാവുന്ന പുരോഗതികൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ എല്ലാം മാറിക്കിട്ടും. ഈച്ച് ആൻഡ് എവറിത്തിങ് മാറിക്കിട്ടും. പക്ഷെ ഇത് വായിക്കണമെങ്കിൽ അമ്മ നിശ്ചയിക്കണം. ഈ മഹാത്മ്യം കയ്യിൽ കിട്ടണമെങ്കിൽ അമ്മ നിശ്ചയിക്കണം. മൂകാംബിക നടയിൽ എത്തണമെങ്കിൽ അമ്മ വിളിക്കണം. മഹാത്മ്യം കാണണമെങ്കിൽ അമ്മ നിശ്ചയിക്കണം. അതാണ് മഹാത്മ്യത്തിന്റെ ഇമ്പോർട്ടൻസ്. ത്രിമൂർത്തികൾക്ക് പോലും കഴിയാത്ത കാര്യമാണ് മഹാത്മ്യ പാരായണം. ആ മഹാത്മ്യമാണ് ഇന്ന് നിങ്ങൾക്ക് ദാനമായി കിട്ടിയത്. ഈ ബുക്ക് റെഡിയാക്കാൻ ഞങ്ങൾ ഒരു 3 വർഷത്തെ ഭയങ്കരമായ പ്രയത്നമായിരുന്നു. അവസാനം ഇത് റെഡിയായി. അപ്പോഴാണ് മഞ്ചരീസിലെ കുറച്ച് നല്ല ഭക്തർ എന്നോട് പറഞ്ഞു, മാതാജി അവർക്ക് കൊടുക്കൂ. അവരെ അങ്ങനെ അത്രത്തോളം അവർ മാറി. ആലോചിക്കും, 5 വർഷം കൊണ്ട് ഒരു മഹാത്മ്യം നിങ്ങൾക്ക് ദാനം നൽകാനുള്ള മാനസികാവസ്ഥയിലേക്ക് ആ ഭക്തർ മാറിയിരിക്കുന്നു. അപ്പൊ എത്ര നല്ല ഭക്തരാ അവരല്ലേ. എന്നും ഈ മഹാത്മ്യം നൽകിയത് അമ്പിളി എന്ന് പറയുന്ന വ്യക്തിയല്ല, ആരോ. ഞാനിപ്പോ ഇവിടെ പേര് വായിക്കണം, അത് ഉച്ചയ്ക്ക് ശേഷം ആവട്ടെ എന്ന് ഓർത്ത്. എത്ര ബുക്സ് ഡിസ്ട്രിബ്യൂഷൻ ആവുന്നു എന്ന് നോക്കിയിട്ട് വായിക്കാൻ ഓർത്തിരിക്കാം. അത്ര പേരും നിങ്ങൾക്ക് ഇന്ന് ബുക്സ് ദാനമായി നൽകി. എന്തൊരു വലിയ കാര്യം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരെ? ആരാ നിങ്ങൾക്ക് ഈ ബുക്ക് തന്നിരിക്കണേ, പണം അയച്ചു തന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി അവരൊരു 450, 515 രൂപയോളം സ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു 500 രൂപ വെച്ച് എടുക്കുന്ന പറഞ്ഞാൽ എല്ലാവരും പുറത്തേക്ക് വിടും. ഒരു 5 പേരിരിക്കും, അല്ലെ ഒരു 10 പേരിരിക്കും. പക്ഷെ ആ നല്ലവരായിരിക്കുന്ന മനസ്ഥിതിയുള്ളവരെ മാതാജി കൊടുക്കൂ എന്ന് പറഞ്ഞ് അവർ പണം അയച്ചിട്ടാണ് ഈ ബുക്ക് നമ്മൾ സ്റ്റോക്ക് എത്തിക്കുന്നത്. ആലോചിക്ക്, ആരോ എവിടെയോ ഇരുന്നിട്ട് ഹൈദരാബാദിലും തെലങ്കാനയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, കേരളത്തിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, വിദേശത്തുള്ളവരുണ്ട്. അവര് നിങ്ങൾക്ക് ഇന്ന്, നിങ്ങൾ ഒരിക്കൽ പോലും ചിലപ്പോൾ അവരെ കാണാൻ പോണില്ല, അവര് നിങ്ങൾക്ക് വേണ്ടി ഒരു പണം മുടക്കിയിരിക്കണം. ആ പണം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോവാണ്. റെഡിയാണോ മഹാത്മ്യ പാരായണത്തിന്? വായിക്കോ അതോ കൊണ്ടുപോയി വെക്കൂ? ഇനി എന്തെങ്കിലും ടെൻഷൻ വന്നാൽ, ഒരു പ്രശ്നം വന്ന് നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ് വരികയാണ്, ടെൻഷൻ വരികയാണെങ്കിൽ ഈ മഹാത്മ്യം ആ ചുമന്ന പട്ടിൽ പൊതിയില്ലേ, അങ്ങനെ എടുത്ത് തലയണക്കടിയിൽ വെച്ച് കിടന്നുറങ്ങിക്കോളും. ഒന്നും ചിന്തിക്കണ്ട, എടുത്ത് തലയണക്കടിയിൽ വെക്കുക, കിടന്നുറങ്ങുക. അത്രയും നമുക്കൊരു ആശ്വാസവും സമാധാനവും കിട്ടും. അതാണ് മഹാത്മ്യം. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം നിങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ അനുഭവിച്ചോ, ഉത്തരം കിട്ടാത്ത എത്ര ചോദ്യങ്ങളുണ്ടോ, എന്തൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ, ലോണിന്റെ ടെൻഷൻ ഉണ്ടോ, മക്കളുടെ പ്രശ്നങ്ങളുണ്ടോ, വീട്ടിലെ പ്രശ്നങ്ങളുണ്ടോ, എന്തുമായിക്കോട്ടെ, ഇത് പാരായണം ചെയ്തു തുടങ്ങുന്നോ നിങ്ങളുടെ ജീവിതം മാറി മറിയും.
ട്രൈ ചെയ്ത് നോക്കൂ. ഒരു 3 വർഷം കഴിയുമ്പം നമ്മൾ കാണുകയാണെങ്കിൽ നിങ്ങൾ പറയും മാതാജി അന്നത്തെ പ്രശ്നമൊക്കെ മാറി കേട്ടോ. സത്യമായിട്ടും പറയും. ഞാൻ ഒരുപാട് വിഷമത്തോടു കൂടി മൂകാംബിക നടയിൽ 30 ദിവസം ഭജന ഇരുന്നിട്ടുണ്ട്. ഒരുപാട് വിഷമത്തോടെ. കാരണം ഒരു ട്രസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഒരു വിജയ് ഇപ്പൊ ടിവിക്ക് പാർട്ടി ഉണ്ടാക്കിയതുപോലെ ഗുരുവായൂർ മഞ്ജരീസ് എന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കുക, അത് സമൂഹത്തിൽ ഇത്രയും എത്തിക്കുക എന്ന് പറയുമ്പോൾ കൂടെ നിൽക്കുന്നവരെക്കാൾ കൂടുതൽ ശത്രുക്കൾ അറ്റാക്ക് ചെയ്യാൻ വരും അല്ലേ? അങ്ങനെ എല്ലാ തരത്തിലും പല പല ശത്രുക്കൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാനസികമായിട്ട് വിഷമിപ്പിക്കാൻ വന്നപ്പം നേരെ ഞാൻ പോയത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മൂകാംബിക അമ്പലത്തിന്റെ തിരുസന്നിധിയിലേക്കാണ്. 30 ദിവസം അമ്മയുടെ അടുത്ത് മഹാത്മ്യമായിട്ട് ഭജനയിരുന്നു. പിന്നീട് ഇന്നോളം ഒരു മനുഷ്യൻ വന്നാലും ഞാൻ അറിയാറില്ല ആരും ഉപദ്രവിക്കാൻ വരുന്നു, ആരും ഉപദ്രവിക്കുന്നില്ല. ഞാൻ അതേക്കുറിച്ച് ചിന്തിക്കാറില്ല. എൻ്റെ അമ്മ നോക്കിക്കോളും, എൻ്റെ ഭഗവതി നോക്കിക്കോളും. ഞാൻ കേരളത്തിൽ വന്നാൽ കിടന്നുറങ്ങുന്നത് ഗുരുവായൂരപ്പൻ്റെ മണ്ണിലാണ്. അത് എത്ര ദൂരെയാണെങ്കിലും ശരി. എനിക്കിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഓട്ടോയ്ക്ക് 500 രൂപ കൊടുക്കണം. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. കാരണം എന്താ, ഞാൻ ഉറങ്ങുന്നത് എൻ്റെ ഭഗവാന്റെ മണ്ണിലാണ്, ഞാൻ വരുന്നത് എൻ്റെ ഭഗവതിയുടെ മണ്ണിലേക്കാണ് അല്ലേ? അപ്പൊ അത്രയും അടിയുറച്ച വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. അപ്പൊ ദയവായി എല്ലാവരും മഹാത്മ്യം വായിക്കുക.